ഫേസ്ബുക്കിന്റെ ഓഫീസുകളിൽ തന്നെ നിരോധനം ഏർപ്പെടുത്താനുള്ള തീരുമാനം നടപ്പിൽ വന്നാൽ എന്ത് സംഭവിക്കും? സിഇഒ മാർക്ക് സുക്കർബർഗ് തന്നെയാണ് ഈ തീരുമാനം അറിയിച്ചുകൊണ്ട് ഫേസ്ബുക്കിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് ഇമെയിൽ സന്ദേശം അയച്ചിരിക്കുന്നത്. ലോകത്തെങ്ങുമുള്ള ഫേസ്ബുക്കിന്റെ ഓഫീസുകളിൽ ഇനി മുതൽ ഫേസ്ബുക്ക് രാഹുൽ, ഇപ്പോൾ പുതിയ തീരുമാനമായി വരുന്നത്, അത് നിർദ്ദേശം നടപ്പാക്കാൻ ലോകത്തെമ്പാടുമുള്ള ഫേസ്ബുക്കിന്റെ ഓഫീസുകളിൽ ഫേസ്ബുക്ക് ജീവനക്കാർ നോക്കുന്നത് നിരോധിക്കാനുള്ള തീരുമാനം അത് സിഇഒ തന്നെ എടുക്കുന്നു എന്നുള്ളതാണ്. സുക്കർബർഗ് ആ തീരുമാനം വരുമ്പോൾ പറയുന്നത് പ്രതികരണത്തിന്റെ വലിയൊരു ഇടമായി മാറുമ്പോൾ ആ ഇടത്തെ ഏതെങ്കിലും തരത്തിലേക്ക് ചുരുക്കുന്നത് നീതീകരിക്കാൻ സാധിക്കുമോ? തീർച്ചയായും ചുരുക്കുന്നത് നീതീകരിക്കാനാവില്ല. നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെല്ലാം പോലും, അവയുടെ മുതിർന്ന നേതാക്കൾ പോലും ഫേസ്ബുക്കിലൂടെ അവരുടെ അഭിപ്രായങ്ങൾ ലോകത്തെ അറിയിക്കുമ്പോൾ ഇന്ന് അതൊരു കാലത്തിന്റെ ചുവരെഴുത്താണ്. പണ്ട് നമ്മൾ ഒരുപക്ഷെ വിപ്ലവത്തെക്കുറിച്ച് ചുവരുകളിൽ എഴുതിയിരുന്നെങ്കിൽ കാലത്തിന്റെ ചുവരെഴുത്ത് തന്നെയാണ്. തൽക്കാലം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അത് സാധിക്കുന്നില്ല. കാര്യം പലപ്പോഴും നമ്മൾ അപ്ഡേറ്റഡ് അല്ല, ഔട്ട്ഡേറ്റഡ് ആണ്. അങ്ങ് പറഞ്ഞ നിർദ്ദേശം പോലെ നമ്മുടെ സ്കൂളുകളിൽ, കോളേജുകളിൽ, സ്ഥാപനങ്ങളിൽ വരെ ഇതിന് പോസിറ്റീവായ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയ ഇന്റഗ്രേഷൻ TV ചാനലുകൾ വളരെ പ്രാധാന്യത്തോടെ എടുക്കുന്നു. അതുകൊണ്ട് സ്കൂൾ, കോളേജ് തലങ്ങളിൽ ഒരു 10 hours എങ്കിലും ഒരു അവയർനെസ് സെഷൻ പോലെ മതി. അപ്പൊ ആ അവയർനെസ് സെഷൻ പോലെ ഒരു സെൻസിറ്റീവ് ഏതു തരത്തിലേക്കാവണം? അല്ല, അത് ആ റെഗുലേഷൻ ഇപ്പോൾ തന്നെ നമ്മുടെ പല ക്യാമ്പസുകളിലും അല്ലെങ്കിൽ പല കമ്പനികളിലും ഫേസ്ബുക്ക്, ഓർക്കുട്ട് ഇപ്പൊ ഇല്ല, പക്ഷെ ആ ഓർക്കുട്ട് ഉണ്ടായിരുന്നപ്പോൾ ഓർക്കുട്ട്, യൂട്യൂബ് ഒക്കെക്കുന്നതിന് ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചില റെഗുലേഷൻസ് നൽകിയിട്ടുണ്ട്. ആ റെഗുലേഷൻസ് ഗവൺമെന്റ് അടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങളിലും വരണം. അതോടൊപ്പം ഇന്ന് മൊബൈൽ ഫോണുകളിൽ പ്രത്യേകിച്ച് ഒരുപാട് ഈസിയാണ് ഫേസ്ബുക്ക് അടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ. അതുകൊണ്ട് നിയന്ത്രണം ആരെങ്കിലും കൊണ്ടുവന്നാലോ റെഗുലേഷൻ ആരെങ്കിലും കൊണ്ടുവന്നാലോ മാത്രമാവില്ല. പകരം വേണ്ടത് രണ്ട് വാക്കുകൾ: റെഗുലേഷൻ ആൻഡ് റെസ്ട്രിക്ഷൻസ് ഇഷ്ടപ്പെടാത്ത ഒരു സമൂഹത്തിൽ റെഗുലേഷൻസ്. സുക്കർബർഗിന്റെ ഈ തീരുമാനം ഏതെങ്കിലും തരത്തിലുള്ള വിരോധാഭാസം സൃഷ്ടിക്കുന്നുണ്ടോ? ഒന്നാമതായി ഇതിനകത്ത് പറയാനുള്ളത്, ഇത് മാർക്ക് സുക്കർബർഗ് അവിടെ ഇത്തരം നിയന്ത്രണം അല്ലെങ്കിൽ നിരോധനം കൊണ്ടുവന്നുള്ള കാര്യത്തിൽ ഈ പോളിസി മാറിക്കൊണ്ടിരിക്കും. നിരോധനം ഒന്നിന്റെയും മാർഗമല്ല, ഫലപ്രദമായ നിയന്ത്രണമാണ് ആവശ്യം. യെസ്, അത്തരത്തിൽ ഫേസ്ബുക്കിനെ ലോകത്തെമ്പാടുമുള്ള ഫേസ്ബുക്ക് ഓഫീസുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് ഇമെയിൽ സന്ദേശം സിഇഒ സുക്കർബർഗ് അയക്കുമ്പോൾ ഇതിന് വേണ്ടത് നിയന്ത്രണമാണോ അതോ നിരോധനമാണോ? വേൾഡിലേക്ക് പോകുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഗൈഡ് ലൈൻസ് വേണം. അതൊരു പുതിയ അവബോധത്തിന്റെ തുടക്കമാണ്. സോഷ്യൽ മീഡിയയെ ഒരു കാരണവശാലും റെഗുലേറ്റ് ചെയ്യേണ്ട എന്ന് പറയുന്ന ഒരുതരം സോഷ്യൽ മീഡിയ ഫണ്ടമെന്റലിസം, ആ വാദഗതിക്കാർക്കുള്ളൊരു തിരിച്ചടിയാണ്. സക്കർബർഗിന്റെ ഈ നീക്കം ഏതെങ്കിലും ഒരു തരത്തിൽ റെസ്പോൺസിബിൾ സോഷ്യൽ മീഡിയ ബിഹേവിയർ വേണം എന്ന് വാദിക്കുന്ന ഞങ്ങളെ പോലുള്ളവരുടെ വാദഗതികൾക്ക് ശക്തി പകരുന്നതാണ്. അതുകൊണ്ട് സക്കർബർഗിന്റെ നീക്കം സോഷ്യൽ മീഡിയ ഏകദേശം 16ഓളം മണിക്കൂറുകളുണ്ട്. അതവർക്ക് ഉപയോഗിക്കാം, അവർക്ക് ലീവ് ഉപയോഗിക്കാം, അവർക്ക് ഞായറാഴ്ചകൾ ഉപയോഗിക്കാം. മറിച്ച് ഓഫീസ് സമയത്ത് ഓഫീസിന്റെ ആവശ്യത്തിന് കൂടുതൽ മെച്ചപ്പെടുത്തുന്ന രീതിയിൽ മാത്രമേ ഇത്തരം സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകൾ ഉപയോഗിക്കാവൂ എന്നുള്ള രീതിയിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരുന്നത് എന്തുകൊണ്ട് നല്ലത് തന്നെയാണ്. ഓഫീസുകൾക്ക് അപ്പുറത്തേക്ക് നേരത്തെ രാഹുൽ ഈശ്വർ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി, സ്കൂളുകളിൽ മുതൽ ഒരു അവബോധം, അതിന്റെ ആവശ്യകത മാർക്കും സുക്കർബർഗ് അയച്ചു കഴിഞ്ഞു. അമേരിക്കൻ പ്രവിശ്യയിൽ നടത്തിയ സർവേയിൽ 93% പേരും ഓഫീസുകളിലെ ഫേസ്ബുക്ക് ഉപയോഗം തൊഴിൽസ്ഥലത്തെ ഉൽപാദനക്ഷമതയെ ദോഷമായി ബാധിക്കുമെന്ന് അഭിപ്രായപ്പെട്ടു. തൊഴിൽസ്ഥലത്തെ അച്ചടക്കം പാലിക്കുന്നതിൽ ഫേസ്ബുക്ക് ഉപയോഗം ക്രിയാത്മകമല്ലെന്ന് 53% പേരും അഭിപ്രായപ്പെട്ടതായാണ് വിവരം. ഈ കണക്കുകളാണ് സ്വന്തം സ്ഥാപനങ്ങളിൽ ഫേസ്ബുക്കിന് നിരോധനം ഏർപ്പെടുത്താൻ സുക്കർബർഗ് നിരോധിക്കാനുള്ള സാധ്യത വളരെ 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 കുറവാണ്. യെസ്, അത്തരത്തിൽ വരുമ്പോൾ തന്നെ ഫേസ്ബുക്കിന്റെ ഉപയോഗം അത് നിയന്ത്രണത്തോടെ, നിരോധനമല്ല നിയന്ത്രണത്തോടെ, അതുതന്നെ ക്രിയാത്മകമായും ഒരുപക്ഷെ ഫേസ്ബുക്കിന്റെ ഉപജ്ഞാതാവ് തന്നെ പുതിയൊരു തീരുമാനം അല്ലെങ്കിൽ നിർദ്ദേശം സർക്കുലേറ്റ് ചെയ്യുമ്പോൾ അതുതന്നെയായിരിക്കും, പുതിയ ചിന്തയ്ക്കായിരിക്കും അദ്ദേഹം തുടക്കമിടുക എന്ന് രാഹുൽ ഈശ്വറും VK ആദർശും